ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രേവതി ഇങ്ങനെ കഥ പറയാണല്ലോ അന്ന് സംഭവിച്ച കാര്യത്തിൻ്റെ. അപ്പോൾ അകത്തോട്ട് കയറുമ്പോഴേക്കും രേവതി ഇങ്ങനെ ആലോചിക്കും, അമ്പലത്തിൽ പോണ കാര്യം, പോകട്ടാൻ പോണ കാര്യം ആരോട് പറയും? അമ്മയാണെങ്കിൽ കിടന്ന് നല്ല ഉറക്കം, അമ്മയെ ശല്യപ്പെടുത്താൻ വായിരിക്കുന്നൊക്കെ കേൾക്കേണ്ടി വരും. പിന്നെയുള്ളത് ആകെ വർഷയാണ്. ആ വർഷയോട് പറഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് വർഷയുടെ മുറിയിലോട്ട് പോകുവാണേ. അപ്പോൾ വർഷ അങ്ങോട്ട് തിരിഞ്ഞ് നിന്നിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ രേവതി തിരക്കാണല്ലോ പോകാൻ വേണ്ടിയിട്ട്, അവരവിടെ വെയിറ്റ് ചെയ്യല്ലേ പുറത്ത്. അപ്പോൾ രേവതി എളുപ്പം വർഷയോട് പറയുന്നുണ്ട്, വർഷേ ഇവിടെ അമ്പലത്തിലൊരു പരിപാടി നടക്കുന്നുണ്ട്, അവിടെ പോകട്ടെന്നൊരു കാര്യം വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പോവുക, ലേറ്റ് ആവും എത്താൻ വേണ്ടി. വർഷേ നീ ഒന്ന് അവിടെ വരുമ്പോഴേക്കും അച്ഛനോട് വരുമ്പോൾ പറയണം. സച്ചേട്ടനെ ഞാൻ വിളിച്ച് പറയുന്നില്ല, രാവിലെ വഴക്കിട്ടല്ലേ പോയത്, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല, നീ പറഞ്ഞാൽ മതി, അച്ഛനോടും പിന്നെ അമ്മ എഴുന്നേൽക്കുമ്പോഴൊക്കെ പറയണേ വർഷേ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ വർഷ അവിടെ നിന്ന് ഓക്കെ എന്ന് പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ വർഷ അവിടെ ആരോടോ ഫോണിൽ ചെവിയിൽ ഹെഡ്സെറ്റ് വെച്ചിരുന്ന് തിരിഞ്ഞു നിന്ന് സംസാരിക്കുക. പക്ഷേ രേവതി വിചാരിച്ചു രേവതിയോടാണ് വർഷ സംസാരിക്കുന്നതെന്ന്. അപ്പോൾ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പുറത്ത് രേവതി ശരി വർഷ എന്നാൽ ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് രേവതി എളുപ്പം പോകുവാണ് ചേച്ചിയുടെ കൂടെ പോകട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് സംഭവിച്ചത്. രേവതിക്ക് അപ്പോഴും അറിയില്ല. രേവതി ഇപ്പോഴും വിചാരിച്ചിരിക്കുന്നത് വർഷയോട് താൻ പറഞ്ഞിട്ടാണ് പോയതെന്നാണ്. പക്ഷേ വർഷയോട് പറഞ്ഞായിരുന്നു. വർഷ ഹെഡ്സെറ്റ് വെച്ചുകൊണ്ട് രേവതി പറയാനൊന്നും കേട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, അപ്പോൾ വർഷയോട് പറഞ്ഞിട്ടാണല്ലേ രേവതി നീ പോയത്? എന്നിട്ടാണോ ശ്രീകാന്ത് നീ എന്താ എന്നിട്ട് എന്നോട് പറയാതിരുന്നേ? ഞാൻ ഇങ്ങനെ അലഞ്ഞു തിരിയുന്നത് കണ്ടിട്ട് പോലും നീ എന്നോട് പറഞ്ഞില്ലല്ലോടാന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ശ്രീകാന്ത് പറയും, സച്ചിയേട്ടാ രേവതി ചേച്ചി ഈ കാര്യം പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത് രേവതി ചേച്ചി വർഷയോട് പറഞ്ഞിട്ടാ പോയെന്ന്. വർഷ എന്നോട് പറഞ്ഞില്ല. അപ്പോഴേക്കും വർഷ വരുവാണേ, ജോലി കഴിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ വർഷ പറയും, രേവതി ചേച്ചി എപ്പോൾ എത്തിയത്? ഇവിടെ എല്ലാവരും രേവതി ചേച്ചിയെ കാണാത്തതുകൊണ്ട് എന്ത് ടെൻഷനായിരുന്നെന്നോ. സച്ചേട്ടൻ പോകാത്ത സ്ഥലങ്ങളില്ല എന്നൊക്കെ പറഞ്ഞ് കയറി വരുവാണേ വർഷ. അപ്പം ഇപ്പം എല്ലാവരും ഇങ്ങനെ അന്തം വിട്ട് നോക്കുക. കാരണം വർഷയോട് പറഞ്ഞു എന്നാണല്ലോ രേവതി പറയുന്നത്. പക്ഷേ വർഷ ആണെങ്കിൽ ഒന്നും അറിയാത്ത പോലെ ഇങ്ങനെ കയറി വരിക. രേവതി ചേച്ചി എവിടെ പോയതാന്നൊക്കെ വർഷ ചോദിക്കുമ്പോഴേക്കും ശ്രീകാന്ത് പറയുന്നുണ്ട്, വർഷേ നിന്നോട് പറഞ്ഞിട്ടാണോ രേവതി പോയതെന്ന് ചോദിക്കുമ്പോഴേക്കും വർഷ പറയും, എന്നോടൊന്നും പറഞ്ഞിട്ടില്ല, എന്നോട് പറഞ്ഞെങ്കിൽ ഞാൻ നിങ്ങളോട് പറയില്ലേ. അപ്പോൾ രേവതി പറയും, വർഷേ ഞാൻ നിന്നോട് പറഞ്ഞിട്ടാ വർഷേ പോയത്. അപ്പോൾ ഇവർ പറയും, എന്നോട് പറഞ്ഞില്ല രേവതി ചേച്ചി, പറഞ്ഞെങ്കിൽ ഞാൻ ഇവരോടൊക്കെ പറയില്ലേ, ഞാൻ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യണ്ടേന്നൊക്കെ കാര്യമെന്നൊക്കെ വർഷ ചോദിക്കുവാണേ. അപ്പോൾ തന്നെ ചന്ദ്ര പറയുവാണേ, ഇവള് വെറുതെ നാട് കറങ്ങാൻ വേണ്ടി പോയതാ, രാത്രിയും പകലൊന്നും ഇല്ലല്ലോ അവക്കിപ്പോൾ. എന്നിട്ടിപ്പോൾ എല്ലാവരും കൂടി ചോദ്യം ചെയ്തപ്പോഴേക്കും വർഷയോട് പറഞ്ഞിട്ട് പോയി എന്നൊരു കള്ളവും പറയുന്നു. ഇവളെ ആര് വിശ്വസിക്കാനെന്ന് പറയുമ്പോഴേക്ക് രവീന്ദ്രൻ പറയും, നീ ഒന്നും മിണ്ടാതിരിക്കുക ചന്ദ്രേ, ഇവിടെ എന്തോ ഒരു കുഴപ്പം നടന്നിട്ടുണ്ട്, അവർ തമ്മിൽ എന്തോ ഒരു സംഭവിച്ചിട്ടുണ്ട്, അത് നമുക്ക് ചോദിച്ചാലല്ലേ, ക്ലിയർ ചെയ്താലല്ലേ മനസ്സിലാവത്തുള്ളൂ, നീ അതിനുള്ളിൽ ഓരോന്നൊക്കെ ഇങ്ങനെ സങ്കല്പിച്ചെടുക്കല്ലേ. അപ്പോഴേക്കും സുധി പറയുവേ, ഇതിൻ്റെ ഇടയിൽ എന്ത് സംഭവിക്കാനാണച്ചാ? ഒന്നെങ്കിൽ രേവതി ചേച്ചി കള്ളം പറയുന്നു, അല്ലെങ്കിൽ വർഷ കള്ളം പറയുന്നു. അപ്പോൾ തന്നെ വർഷ പറയും, ഞാൻ എന്തിനാ കള്ളം പറയുന്നേ, എന്നോട് രേവതി ചേച്ചി പറഞ്ഞിട്ടില്ല. ഇപ്പോൾ രേവതി പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞു വർഷേ, രാവിലെ ഞാൻ വർഷയോട് പറഞ്ഞിട്ടാ പോയി എന്ന് പറയുവാണ്. അപ്പോൾ വർഷ വീണ്ടും തർക്കിക്കും, എന്നോട് പറഞ്ഞിട്ടില്ല, ഞാൻ രാവിലെ ആ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാത്ത പ്രശ്നം കാരണം പിന്നെ രേവതി ചേച്ചിയെ കാണുന്നത് ഇപ്പോഴാണ്, രാവിലെയും കണ്ട് ഇപ്പോഴും കണ്ടു, ഇതിൻ്റെ ഇടയിൽ ഞാൻ രേവതി ചേച്ചിയെ കണ്ടിട്ടില്ല, പിന്നെ എങ്ങനെ എന്നോട് പറയുന്നേ. അപ്പോഴേക്കും ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്, രേവതി ചേച്ചി എന്താ വർഷയോട് പറഞ്ഞതെന്ന് ചോദിക്കുമ്പോഴേക്കും രേവതി പറയും, ഞാൻ പോകാൻ റെഡിയായി നിൽക്കുമ്പോഴേക്കും വർഷ മുറിയിൽ കുളിക്കാൻ റെഡിയായി നിൽക്കുമായിരുന്നു. അപ്പോൾ ഞാൻ മുറിയുടെ പുറത്ത് നിന്ന് തന്നെ ഞാനിങ്ങനെ പുകട്ടാൻ പോകുകയാണ്, വർഷ പറഞ്ഞേക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങിയത്. അപ്പോഴേക്കും വർഷ ശരി എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ സച്ചി പറയും, വർഷ ശരിയെന്ന് പറയുക വരെ ചെയ്തു. അപ്പോൾ വർഷ മനഃപൂർവ്വമാണല്ലേ ഇത് ഞങ്ങളോടൊന്നും പറയാതിരുന്നേ, ഞാൻ ടെൻഷൻ അടിക്കുന്നത് കാണാൻ വേണ്ടിയിട്ടെന്ന് സച്ചി ചോദിക്കുവാണേ. സച്ചിയേട്ടാ എനിക്ക് തന്നെ എന്താ സംഭവിച്ചതെന്ന് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. ഞാൻ രേവതി ചേച്ചിയോട് ഓക്കെ പറഞ്ഞു എന്നോ, രാവിലെ കുളിക്കാൻ പോകുന്ന ടൈമിൽ. എന്നിട്ട് വർഷം ഇങ്ങനെ ആലോചിക്കുവാണേ ആ സംഭവം. അപ്പം മനസ്സിലാവും വർഷക്ക്, താൻ ഡബ് ചെയ്തുകൊണ്ടിരുന്ന സമയത്തായിരിക്കും അന്ന് രേവതി ചേച്ചി പുറകെ വന്ന് പറഞ്ഞെന്നുള്ള സത്യം മനസ്സിലാക്കിയിട്ട് വർഷ പൊട്ടിച്ചിരിക്കുവാണേ. അപ്പോഴേക്കും സച്ചി പറയും, ഈ വർഷം എന്തിനാ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നത്, ഒരു കാര്യം ചോദിച്ചപ്പോഴേക്കും. അപ്പോഴേക്കും വർഷ പറയും, ഇപ്പോഴാണ് എനിക്ക് സംഭവം എന്താണെന്ന് മനസ്സിലായത് സച്ചിയേട്ടാ. രാവിലെ ഞാൻ എൻ്റെ അസിസ്റ്റൻറ്റ് മാനേജറോട് സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ച് ഓക്കെ പറഞ്ഞപ്പോഴായിരിക്കും രേവതി ചേച്ചി ചിലപ്പോൾ രേവതി ചേച്ചിയോട് പറയുന്നതാണെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിച്ചതായിരിക്കും. ഒരു ചെറിയ മിസ്അണ്ടർസ്റ്റാൻഡിങ്, മര്യാദക്ക് സംസാരിക്കാതെ ഞാൻ കേട്ടില്ലായിരുന്നു രേവതി ചേച്ചി പറഞ്ഞത്, ഞാൻ അവരോടാണ് സംസാരിച്ചത്. പക്ഷേ ഓക്കെ രേവതി ചേച്ചിക്കുള്ള ഓക്കെ ആണെന്ന് വിചാരിച്ചിട്ടായിരിക്കും രേവതി ചേച്ചി പോയെന്നൊക്കെ വർഷം ഭയങ്കര ചിരിച്ചുകൊണ്ടും പറയുവാണേ.
അപ്പോൾ രേവതി പറയും, ഓ വർഷ അപ്പോൾ ഫോണിലാണോ സംസാരിച്ചുകൊണ്ടിരുന്നത്? വർഷയുടെ ചെവിയിൽ ഹെഡ്സെറ്റ് ഇരിക്കുന്നത് ഞാൻ കണ്ടില്ല വർഷ എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയും, ഇപ്പോൾ എല്ലാവരും അങ്ങനെയാണ്, ചെവിയിലും ഹെഡ്സെറ്റ് വെച്ചാ ഇരിപ്പ്. എൻ്റെ വണ്ടിയിലും കയറും കുറേ പേര്, ഫോണിലായിരിക്കും സംസാരിക്കുന്നത്, പക്ഷെ ഞാൻ എന്നോടാ സംസാരിക്കുന്നതെന്ന് പറഞ്ഞ് മറുപടി എന്തെങ്കിലും ചോദിച്ചാൽ അവരപ്പം ചൂടാവും, തന്നോടല്ലെന്ന് പറഞ്ഞിട്ട്. അപ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട്, പണ്ടത്തെ പോലത്തെ ഒരു സ്ഥലത്ത് വെക്കുന്ന ഫോണുള്ളപ്പോൾ കുഴപ്പമില്ലായിരുന്നു, ഇതിപ്പോൾ ഈ മൊബൈൽ ഫോൺ ആയതുകൊണ്ട് എല്ലാവരും പോകുന്നിടത്തൊക്കെ ഇങ്ങനെ ഫോണും കൊണ്ട് പോകുക, അതാ ഈ കുഴപ്പമൊക്കെ എന്നൊക്കെ പറയുമ്പോൾ സച്ചി പറയും, ആച്ചാ എല്ലാവരുടെയും റോട്ടിൽ കൂടി പോണ എല്ലാവരുടെയും ചെവിയിൽ ഇതാ ഇപ്പോൾ വെച്ചിരിക്കുന്നത്, ചെവിയിൽ ആ സാധനം ഉണ്ടോ ഇല്ലയെന്ന് പോലും മനസ്സിലാവില്ല, ആരോടാ സംസാരിക്കുന്നതെന്ന് പോലും മനസ്സിലാവില്ല എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയും, അതാണ് ടെക്നോളജി ഡെവലപ്മെൻറ്റ്, എപ്പോഴും പഴയ പോലെ ഇരിക്കാൻ പറ്റുമോ, ടെക്നോളജിയൊക്കെ വളർന്നു പോയി എന്ന് പറയുവാണ് ശ്രുതി. സച്ചിക്കപ്പം ദേഷ്യം വരും, പിന്നെ എന്ത് വലിയ ഡെവലപ്മെൻറ്റ്, പണ്ട് നേരിട്ട് എല്ലാ കാര്യങ്ങളും സംസാരിച്ചിരുന്നവർ ഇപ്പോൾ ഏത് നേരവും ഫോൺ വിളിച്ചാൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശ്രീകാന്തും പറയുന്നുണ്ട്, ശരിയാ സച്ചി ഏട്ടാ, പണ്ടത്തെ ഇപ്പോഴത്തെ കാലത്ത് ആർക്കും മിസ്സിങ്ങിൻ്റെ ഫീൽ എന്താണെന്നറിയില്ല, പണ്ട് കാണാതിരിക്കുമ്പോഴും മനസ്സിലാക്കാതിരിക്കുമ്പോഴൊക്കെ ഒരു മിസ്സിങ് ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ഫോണ്, വീഡിയോ കോളിങ്, മെസ്സേജിങ് എല്ലാം ഉള്ളതുകൊണ്ട് ആൾക്കാർക്ക് മിസ്സിങ് ഫീൽ എന്താണെന്ന് പോലും അറിയത്തില്ല എന്ന് പറയുമ്പോൾ വർഷ തർക്കിക്കുവേ, അങ്ങനെയല്ലേ വേണ്ടത്, ഫോൺ നമ്മളെല്ലാവരെയും ക്ലോസ് ആക്കി വെക്കുമല്ലേ, അത് നല്ല കാര്യമല്ലേ, എപ്പോഴും നമുക്ക് എല്ലാവരെയും കണ്ടുകൊണ്ടിരിക്കാമല്ലോ, കാണാതിരിക്കേണ്ട ആ ബുദ്ധിമുട്ട് വരുന്നില്ലല്ലോ എന്ന് വർഷ തർക്കിക്കുവാണേ. സച്ചിക്ക് അപ്പം ഇതൊന്നും ഇഷ്ടാവുന്നില്ല. അപ്പോഴേക്ക് ശ്രീകാന്ത് പറയും, എന്തൊക്കെയായാലും സച്ചിയുടെ രേവതി ചേച്ചിയെ നല്ലോണം മിസ് ചെയ്തു, സച്ചിയുടെ വെറുതെ പേടിച്ചു പോയി എന്ന് പറയുവാണ്. അപ്പോഴേക്കും വർഷ ചോദിക്കും, പേടിച്ചു പോയോ എന്തിന്, പിന്നെ സച്ചിയുടെ മുഖമൊക്കെ കാണണമായിരുന്നു, കരഞ്ഞോടി വന്ന് രേവതി ചേച്ചിയെ കണ്ടപ്പോൾ കെട്ടിപ്പിടിച്ച് കരയുമായിരുന്നു എന്നൊക്കെ പറയുമ്പോഴേക്കും വർഷ ഇങ്ങനെ ചിരിക്കുവാണേ. ചന്ദ്രക്കഥ കേൾക്കുമ്പോഴേക്കും ദേഷ്യം വരുന്നുണ്ട്, രേവതിയുടെ മുഖത്ത് നാണം വരുന്നുണ്ട്, സച്ചിക്കും രേവതിക്കും നാണമാണ്. ഞാൻ ആ സീന് മിസ് ചെയ്തെന്ന് വർഷ പറയുവാണ്. എന്നിട്ട് വർഷ സോറിയൊക്കെ പറയുന്നുണ്ട്, രേവതി ചേച്ചി ഞാൻ ശരിക്കും രേവതി ചേച്ചി പറഞ്ഞത് കേട്ടില്ല കേട്ടോ എന്ന് പറയുമ്പോഴേക്കും രേവതി പറയും, അത് കുഴപ്പമില്ല, എല്ലാം എൻ്റെ തെറ്റാണ്, ഞാൻ സച്ചേട്ടനോടെങ്കിലും പറഞ്ഞിട്ട് പോകണമായിരുന്നു, ഞാനത് ചെയ്തില്ലല്ലോ, എൻ്റെ തെറ്റാണെന്ന് രേവതി സമ്മതിക്കുവാണേ. അപ്പോൾ സച്ചി പറയും, നിനക്ക് ആ ഫോണെങ്കിലും ഒന്ന് ഓൺ ചെയ്ത് വെച്ചൂടെ രേവതി, എന്തിനാ അത് ഓഫ് ചെയ്ത് വെച്ചെന്ന് ചോദിക്കുമ്പോൾ രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടാ അത് ചാർജ് തീർന്ന് ഓഫായി പോയതാന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയും, ഇവള് പറയുന്നതൊക്കെ വിശ്വസിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണോ, പിന്നെ കുംഭാഭിഷേകത്തിന് ഇവളെ വിളിച്ചുകൊണ്ടും പോയി മാല കെട്ടാൻ വേണ്ടിയിട്ട്, ആരെങ്കിലും വിശ്വസിക്കുമെന്ന് പറയുമ്പോഴേക്കും രേവതി പറയും, ഞാൻ എന്തിനാ കള്ളം പറയുന്നത്, ഞാൻ സത്യമാണ് പറയുന്നത്, എപ്പോഴും സമ്പാദിക്കുന്നതിനേക്കാളും കൂടുതൽ ഞാൻ ഇന്നത്തെ ദിവസം സമ്പാദിച്ചു എന്ന് രേവതി പറയുവാണേ. എന്നിട്ട് രേവതി പേഴ്സ് തുറന്ന് തനിക്ക് കിട്ടിയ കാശ് കാണിച്ചു കൊടുക്കുവാണേ, കണ്ടോ എനിക്ക് ഇന്നൊരു ദിവസം കൊണ്ട് 3000 രൂപ കിട്ടിയെന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയും, പിന്നെ 3 കോടി കിട്ടിയ പോലെയല്ലേ അവൾ കാണിക്കുന്നതെന്ന് പറഞ്ഞ് പുച്ഛിക്കുവാണേ. അപ്പോഴേക്കും രവീന്ദ്രൻ പറയും, കഷ്ടപ്പെട്ട് 1 രൂപ അധ്വാനിച്ചാൽ പോലും അതിന് അതിൻ്റേതായ വിലയുണ്ട് ചന്ദ്രയെ, മറ്റുള്ളവരുടെ കഷ്ടപ്പാടിനെ കുറച്ച് കാണരുതെന്നൊക്കെ പറഞ്ഞിട്ട് രവീന്ദ്രൻ വീണ്ടും ഉപദേശിക്കുവാണ് ചന്ദ്രയെ. നല്ല കാര്യം മോളെ, പക്ഷെ രേവതി ഇനി എവിടെയെങ്കിലും പോകുമ്പോൾ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ട് പോകണം, കാരണം ഇവൻ എന്തോരം പേടിച്ചു എന്നറിയോ, ഇത്രയും വർഷത്തിനിടയിൽ സച്ചിയുടെ ഈ ഒരു മുഖം ഞാൻ ഇപ്പോഴാണ് കാണുന്നത്, കരഞ്ഞ് അലഞ്ഞ് തിരിഞ്ഞും അലയാത്ത സ്ഥലങ്ങളില്ല എന്നൊക്കെ പറയുമ്പോഴേക്കും സച്ചി പറയും, ഞാൻ എന്തിനാ പേടിക്കുന്നത്, സച്ചിയാകെ ചമ്മി നാറും എല്ലാവരുടെ മുമ്പിൽ ഇത് പറയുമ്പോഴേക്കും, ഞാൻ പേടിച്ചൊന്നുമില്ല, ഞാൻ എന്തിനാ പേടിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് സച്ചി ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ നോക്കുന്നുണ്ട്. മോള് ഭക്ഷണം കഴിച്ചോന്ന് ചോദിക്കുമ്പോൾ രേവതി ഇല്ലയെന്നും പറയുന്നുണ്ട്. എന്നാൽ രണ്ടുപേരും പോയി ഭക്ഷണമൊക്കെ കഴിക്കുക, ഞങ്ങൾ പോയി ഉറങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ആ ഹോളിൽ നിന്നും പോകുവാണ് ആ സംഭാഷണം അവസാനിപ്പിച്ചിട്ട്. അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ഈ ഒന്നുമില്ലാത്ത കാര്യത്തിനാണോ ഇത്രയും കിടന്ന് അലഞ്ഞു തിരിഞ്ഞ് നടന്നത്, വേറെ പണിയില്ല, മനുഷ്യൻ്റെ സമയം കളഞ്ഞു എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയും, ഒന്നുമില്ലാത്ത കാര്യമോ, ഇതെനിക്കൊരു വലിയ വിഷയമാടാ, നിൻ്റെ ഭാര്യ ഒരു സമയത്ത് കാണാതായാലോ, അപ്പോൾ നിൻ്റെ കൂടെ ഞാൻ അന്വേഷിച്ചു വന്നില്ലേ, എന്നിട്ട് ഈ ഒരു അവസരത്തിൽ എൻ്റെ ഭാര്യയ്ക്ക് എനിക്കൊരു പ്രശ്നം വന്നപ്പോൾ നീ എൻ്റെ കൂടെ വന്നോടാന്നൊക്കെ പറഞ്ഞ് സച്ചി ചൂടാവുകയാണ്. അപ്പോഴേക്കും ശ്രുതിയെ വിളിച്ചു പോകുന്നുണ്ട്, വാ ശ്രുതി വെറുതെ അവനോട് സംസാരിക്കാനൊന്നും നിൽക്കണ്ടെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടും പോകുവാണേ. ചന്ദ്ര എഴുന്നേറ്റ് പോകാൻ പോകുമ്പോഴേക്ക് രേവതി പറയും, അമ്മ ഒന്ന് നിന്നേ. അപ്പോഴേക്കും ചന്ദ്ര ഇങ്ങനെ നോക്കുന്നുണ്ട്, എന്താടിയെന്ന് ചോദിക്കുമ്പോഴേക്കും, അമ്മയല്ലേ പറഞ്ഞത് സച്ചേട്ടൻ്റെ മനസ്സിൽ ഞാനില്ല, എന്നൊരു ബാധ്യതയായിട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന്, ഇപ്പം കണ്ടില്ലേ എനിക്ക് വേണ്ടി അലയാത്ത സ്ഥലങ്ങളില്ല, എല്ലാ സ്ഥലത്തും അലഞ്ഞു നടന്നു, എന്നോട് ഒട്ടും ഇഷ്ടമില്ലാത്തതുകൊണ്ടാണോ, സച്ചേട്ടൻ്റെ മനസ്സിൽ ഞാനില്ലാത്തതുകൊണ്ടാണോ സച്ചേട്ടൻ ഇങ്ങനെയൊക്കെ ചെയ്തത്, ഇപ്പോഴെങ്കിലും മനസ്സിലായില്ലേ സച്ചേട്ടൻ്റെ ജീവിതത്തിൽ എനിക്കുള്ള സ്ഥാനം, ഇനി അങ്ങനെയൊന്നും പറഞ്ഞു പോകരുതെന്ന് രേവതി പറയുവാണേ. ചന്ദ്ര ഒന്നും മിണ്ടാതെ ദേഷ്യത്തിലൊരു നോട്ടം നോക്കി അവിടെ നിന്ന് പോകുവാണ്. എന്നിട്ട് രേവതി പറയും, വാ സച്ചിയേട്ടൻ നമുക്ക് കഴിക്കാം. അപ്പോൾ സച്ചി പറയും, ആ രേവതി എന്ന് പറയുമ്പോൾ നമുക്ക് മോളിൽ പോയി കഴിക്കാം സച്ചിയേട്ടാ എന്ന് പറഞ്ഞിട്ട് സച്ചിയെടുത്ത് മോളിലോട്ട് പോകാൻ പറയുകയാണ്. രേവതി ഭക്ഷണം എടുത്തിട്ട് വരാമെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും സച്ചി മോളിൽ പായൊക്കെ വിരിച്ചിരിക്കുമ്പോഴേക്കും രേവതിയുടെ അമ്മ വിളിക്കുവാണേ, ഭയങ്കര ടെൻഷനിൽ വിളിക്കുവാണ്, അവരോട് പറഞ്ഞില്ലല്ലോ രേവതി വന്ന കാര്യം. അപ്പോൾ അമ്മ വിളിച്ചിട്ട് പറയുമ്പോൾ, സച്ചി ഞാൻ ഇവിടെ എല്ലായിടത്തും അറിയാവുന്നവർ വീട്ടിലൊക്കെ പോയി അന്വേഷിച്ചു, അവിടെയൊന്നും രേവതി പോയില്ലെന്നാണ് പറയുന്നതെന്ന് പറയുമ്പോഴേക്കും സച്ചി പറയും, അമ്മേ 1 മിനിറ്റ്, രേവതി വന്നു, രേവതി വന്ന സന്തോഷം
സന്തോഷത്തിൽ ഞാൻ അമ്മയെ ആ കാര്യം വിളിച്ച് പറയാനും മറന്നുപോയി, എന്നോട് ക്ഷമിക്കമ്മയെന്ന് പറയുമ്പോഴേക്കും വന്നോ അവൾ എവിടെ പോയതാന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയും അത് പിന്നെ അമ്പലത്തിൽ മാല എന്തോ കുംഭാഭിഷേകത്തിന് മാല കെട്ടാൻ വേണ്ടി പോയതാ. പറയും അവൾക്ക് അതൊന്ന് വിളിച്ചു പറഞ്ഞൂടെ, ആകെ എന്തോരം ടെൻഷൻ അടിച്ചു മനുഷ്യൻ എന്ന് പറയുമ്പോൾ സച്ചി പറയും അവളുടെ ഫോൺ ചാർജ് തീർന്ന് ഓഫായി പോയി അതാ. അപ്പോൾ പറയും എന്നാൽ ആരോടെങ്കിലും പറഞ്ഞൂടായിരുന്നോ സച്ചി അവൾക്ക്, വർഷയോട് പറഞ്ഞിട്ടാ പോയി എന്ന് പറയുമ്പോൾ അമ്മ പറയും എന്നിട്ട് എന്താ വർഷ നിങ്ങളോടൊന്നും പറയാത്തതെന്ന് ചോദിക്കുമ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും അവൾ എന്തോ കേട്ടില്ല രേവതി പറഞ്ഞത്, അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ. എന്തായാലും ഇപ്പം ഞങ്ങൾ ഹാപ്പിയായി, രേവതിക്ക് ഒരു പ്രശ്നവും ഇല്ല, നാളെ തന്നെ അവളോട് അവിടെ വരാൻ പറയാൻ രാവിലെ എന്നൊക്കെ സച്ചി പറയുവാണേ. എനിക്ക് സമാധാനമായി മോനെ. അപ്പോൾ ചോദിക്കും നീ ഭക്ഷണമൊക്കെ കഴിച്ചോ ചോദിക്കുമ്പോൾ അമ്മ പറയും ഇല്ല ഇനി ഞാൻ കഴിക്കാൻ പോകുന്നു. എന്നാൽ ശരി അമ്മ പോയി കഴിക്കുക, ഞങ്ങളും കഴിക്കാൻ പോകുക എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വെക്കുവാണേ. അപ്പോൾ അമ്മക്കും ദേവുവിനൊക്കെ ഭയങ്കര സന്തോഷമാവുന്നുണ്ട്, കാരണം സച്ചിയുടെ പ്രശ്നം കാരണമല്ലല്ലോ രേവതി പോയത്, കുംഭാഭിഷേകത്തിന് മാല കെട്ടാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ രേവതി മോളിലോട്ട് വരുമ്പോഴേക്കും ആരാ സച്ചേട്ടാൻ ചോദിക്കുമ്പോൾ നിൻ്റെ അമ്മയാ വിളിച്ചത്, നീ എത്തിയോ എന്നൊക്കെ ചോദിക്കുവാന്ന് പറയുവാണ്. അപ്പോൾ രേവതി പറയും അമ്മയടുത്തൊക്കെ എന്തിനാ പറഞ്ഞത്, പിന്നെ നാട് മൊത്തം അന്വേഷിച്ചില്ല, അപ്പം പിന്നെ നിൻ്റെ അമ്മയോട് അന്വേഷിക്കാതിരിക്കോ. ഓ അപ്പം ഇനി നാളെ മുതൽ ഞാൻ പുറത്തിറങ്ങിയ എല്ലാ ആളുകളും എന്നോട് വന്ന് ചോദിക്കുമല്ലേ, ഇതാകെ നാണക്കേടായി പോയി, എനിക്ക് തിരിച്ചു വരാൻ അറിയില്ലേ സച്ചേട്ടാന്നൊക്കെ രേവതി ചോദിക്കുവാണേ. ശരി ഇപ്പം ടെൻഷനൊക്കെ മാറിയില്ലേ, കുറേ കരഞ്ഞൂന്ന് തോന്നുന്നു സച്ചേട്ടൻ എന്ന് പറയുമ്പോൾ സച്ചു പറയും കരയാനോ, ഞാൻ എന്തിനാ കരയുന്നത്, സച്ചേട്ടൻ്റെ കണ്ണ് കണ്ടാൽ അറിയാം നല്ലോണം ചുമന്നിരിപ്പുണ്ട് എന്ന് പറയുമ്പോൾ സച്ചി പറയും അത് പിന്നെ നിൻ്റെ ബൈക്കിൽ അന്വേഷിച്ച് കുറേ നടന്നില്ലേ, അങ്ങനെ കണ്ണിൽ പൊടി പോയതാന്ന് പറയുമ്പോഴേക്ക് രേവതി പറയും മുഖം കണ്ടാലേ അറിയാം നല്ലോണം കരഞ്ഞിട്ടുണ്ടെന്ന്, എന്തിനാ ഇങ്ങനെ കള്ളം പറയുന്നത് ചോദിക്കുമ്പോൾ സച്ചി പറയും മുഖം കണ്ടാൽ അറിയാമല്ലേ, പിന്നെ മനുഷ്യൻ ടെൻഷൻ ആവൂലേ കരയൂലേ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്ക് രേവതി പറയും എനിക്കും കൂടി കാണണമായിരുന്നു സച്ചേട്ടൻ കരയുന്നത്, എവിടെയെങ്കിലും ഒളിച്ചു നിന്നൊന്ന് കാണാമായിരുന്നു സച്ചേട്ടൻ കരയുന്നതെന്നൊക്കെ രേവതി പറയുവാണേ. അപ്പോൾ സച്ചി പറയും ഓഹോ ഞാൻ കരയുന്നത് കണ്ട് നിനക്ക് കരയുന്നത് അത്രയ്ക്ക് ഇഷ്ടമാണോ, നിനക്ക് ഞാൻ കരയുന്നത് കണ്ട് രസിക്കണോ അല്ലേ എന്നൊക്കെ സച്ചി ചോദിക്കുവാണേ. അപ്പോൾ രേവതി പറയും സച്ചേട്ടൻ എൻ്റെ അടുത്തുള്ള സ്നേഹം എത്രമാത്രമാണെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു, പക്ഷേ എനിക്കത് മനസ്സിലായി, ഞാൻ വന്നപ്പോൾ തന്നെ സച്ചേട്ടൻ എന്നെ അടിക്കാൻ വേണ്ടി കൈപൊക്കിയില്ലേ, ആ പൊക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി എന്നോട് എത്ര സ്നേഹമുണ്ടെന്ന്. അപ്പോൾ സച്ചി പറയും അടിക്കാൻ കൈപൊക്കിയപ്പോൾ മനസ്സിലായെന്നോ, അതെങ്ങനെ, ഇപ്പോൾ ഒരു കുട്ടി എവിടെയെങ്കിലും പറയാതെ പോയി കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ അമ്മമാരെ തല്ലില്ലേ, ദേഷ്യത്തിലാണെങ്കിലും അതിന് ഇരട്ടി സ്നേഹം ഉള്ളതുകൊണ്ടല്ല അവരെങ്ങനെ ചെയ്യുന്നത്, ആ ഒരു സ്നേഹമാണ് ആ സച്ചേട്ടൻ്റെ കണ്ണിൽ കണ്ടത്, അതിന് കണ്ടു സച്ചേട്ടൻ എന്നോട് എത്ര സ്നേഹമുണ്ടെന്നൊക്കെയെന്ന് പറഞ്ഞിട്ടാണ് നാളത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. എല്ലാവർക്കും നന്ദി.